അസ്സലാമലൈക്കും, ഈദ് മുബാറക്. അങ്ങനെ പെരുന്നാളായിട്ട് എല്ലാ വീട്ടിലുള്ളതുപോലെ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങട്ടെ. ചിക്കൻ ഫ്രൈ ചെയ്ത് എല്ലാവരുടെ വീട്ടിലും ഇന്ന് പത്തിരും ബീഫൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ പത്തിരും ചിക്കൻ കേട്ടോ. അതിനിടയിൽ ഞാൻ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കിയപ്പോൾ 30 ആടിന് തീറ്റ കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ആട് കേട്ടോ. സുന്ദരിയാണ്. ഏറ്റവും ഇളയ ആളാണ് അത്. വേറെ കൂടെ കമ്പനിക്ക് വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരവിടെ ഇവിടെ കാണും. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടിരിക്കുക. അങ്ങനെ കുളിച്ച് പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിക്കട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. കുക്കിംഗ് ഒക്കെ കൂടുതലും ഉമ്മ കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കാറുള്ളൂ. പിന്നെ പെരുന്നാളായ കാരണം ബിരിയാണീൻ്റെ ഇതൊക്കെ ഞാനാട്ടോ ചെയ്യാറ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ സ്പെഷ്യലൊന്നും വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ റെഡിയാക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഉമ്മ ഉപ്പ ഞാൻ ജ്യേഷ്ഠത്തി വേറെ ആരുമില്ല കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചുണ്ടാക്കുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം പണിക്ക് വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അന്നേരം ഉണ്ടാക്കുള്ളൂ കേട്ടോ വേറെ. അപ്പോൾ അന്നേരം ചൂടെടുക്കാൻ കഴിക്കാമല്ലോ. ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അനിയത്തി വന്നതിൻ്റെ ശേഷം പിന്നെ ബിരിയാണിയാണോ നെയ്ച്ചോറാണോ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്തോ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് നല്ലതായിരുന്നു. അങ്ങനെ അനിയത്തൊക്കെ വന്ന് ഞങ്ങൾ കറങ്ങിയിട്ട് പോയി എത്തിയിട്ട് അനിയത്തിൻ്റെ കുട്ടികളായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരപ്പാര നടക്കണം. ഭയങ്കര രസമാട്ടോ അതിൻ്റെ കളി. അങ്ങനെ പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് ടൈമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ച് പോയി ഐസ്ക്രീമെല്ലാം വാങ്ങിച്ച് കേക്കായിട്ടാ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. കുട്ടികൾ തീരെ വരുന്നില്ല. അവരിവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കണം. ഒരു സ്റ്റെപ്പ് കാല് വെക്കാൻ പോലും സ്ഥലമില്ല. അത്ര തിരക്കായിരുന്നു കേട്ടോ. വരുമ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചില്ലായി വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലത്തെ കലാപരിപാടി